ഹായ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമ്മൾ വീറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. പതിവ് പോലെ ഹെൽത്തി റെസിപ്പി തന്നെയാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന വീറ്റ് ഹൽവയേക്കാൾ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്കുണ്ടാക്കാം. 3 ഇൻഗ്രീഡിയൻറ്റ് മതി. 3/4 കപ്പ് നുറുക്ക് ഗോതമ്പ്, 3 ക്യൂബ് ശർക്കര, 3 ടീസ്പൂൺ നെയ്യ്. ഇത്രയും ഉണ്ടെങ്കിൽ ആർക്കും മിനിറ്റുകൾ കൊണ്ട് ഈ സൂപ്പർ സോഫ്റ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് നട്ട്സും ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ള് ഏലക്കായ്പ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഹൽവ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കേണ്ടി വരും. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കുതിരാൻ വെച്ചത്. ഇനി നമ്മൾ ഈ ശർക്കര ഉരുക്കിയെടുക്കുകയാണ്. ശർക്കരയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. നമ്മുടെ ഗോതമ്പ് ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ നല്ല വെള്ളത്തിലാണിത് കുതിർത്ത് വെച്ചത്, അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ആദ്യം നമുക്ക് വലിയ കണ്ണിയുള്ള അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒട്ടും തരിയില്ലാതെ നമുക്ക് ഈ ഗോതമ്പിൻ്റെ പാല് കിട്ടണം. അതിനുവേണ്ടി ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ വലിയ കണ്ണിയുള്ള അരിപ്പയിൽ തന്നെ ഒന്ന് അരിച്ച് നന്നായിട്ട് ഇതിൻ്റെ പാലെടുക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നത് പോലെ തന്നെയാണ്. ഇത് കുറച്ചുകൂടി അരയാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ചണ്ടി ഒന്നുകൂടി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ 1-ാം പാലും 2-ാം പാലും എടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഒന്നുകൂടി ഒന്ന് അരച്ച് ഇതിൽ ബാക്കിയുള്ള പാലും കൂടി ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഈ അരിപ്പയിൽ ബാക്കി വരുന്ന ഉമിയും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. അതൊക്കെ വേസ്റ്റാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മളിത് ഒന്നുകൂടി അരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഒരു ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്താലാണ് നമുക്ക് ഒട്ടും തന്നെ ഉമ്മിയില്ലാതെ നല്ല പാല് കിട്ടുക. അപ്പോൾ ഞാനിത് ഒന്നുകൂടി അരിച്ചെടുക്കുമ്പോഴേക്കും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലുള്ള ഈസി ഹെൽത്തി റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുമല്ലോ. അതുകൊണ്ടാണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ പറയുന്നത്. ഗോതമ്പ് നുറുക്കുകൊണ്ട് മാത്രമല്ല, ഗോതമ്പ് പൊടി കൊണ്ടും നമുക്ക് ഹൽവ ഉണ്ടാക്കാം. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഇതാണ് കേട്ടോ, ഈ ഗോതമ്പ് നുറുക്കാണ്. ഇതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് നുറുക്കാണ്. അതല്ലെങ്കിലും നമുക്കിപ്പോൾ കടയിൽ നിന്ന്, സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ എല്ലാ കടകളിലും കിട്ടുമല്ലോ നമുക്ക് ഗോതമ്പ് നുറുക്ക്. അതുകൊണ്ടൊക്കെ ഈ ഹൽവ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ശർക്കര ഒന്ന് അരിച്ചെടുക്കണം. കരടൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ പനം ശർക്കരയാണ് കേട്ടോ നല്ലത് ഹൽവ ഉണ്ടാക്കാൻ. അപ്പോൾ നല്ല കളറ് കിട്ടും. എൻ്റെ അടുത്തിപ്പം പനം ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെല്ലം എടുത്തത്. നമ്മുടെ ഗോതമ്പ് പാൽ അരച്ചത് ഇതുപോലെ 2 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. 3/4 കപ്പ് ഗോതമ്പ് അരച്ചിട്ട് വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുകളിൽ വെള്ളം ഊറിയിരിക്കുമ്പോൾ ഒന്ന് കോരി കളഞ്ഞാൽ മതി. എനിക്കിപ്പോൾ വെള്ളം അധികമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കോരി കളഞ്ഞിട്ടില്ല. ശർക്കരപ്പാനി തണുത്ത ശേഷം അതിലേക്ക് ഒഴിച്ചു 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഓപ്ഷണലാണ്. നട്ട്സ് ഇല്ലെങ്കിൽ നേരെ ഈ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നട്ട്സ് വറുത്തതിന് ശേഷം ആ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3/4 കപ്പ് ശർക്കരപ്പാനി ഉണ്ടാവും, പിന്നെ 2 കപ്പ് നമ്മുടെ ഗോതമ്പ് പാലും. അങ്ങനെ 3 കപ്പോളം വരും നമ്മുടെ ഈ മിക്സ്. ഇനി ഇത് നമ്മൾ കുറുക്കിയെടുക്കുകയാണ്. നന്നായിട്ട് ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നന്നായിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കണം. പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ചൂടായി തിളച്ച് വരുമ്പോൾ തന്നെ ഇങ്ങനെ കട്ട പോലെയൊക്കെ തോന്നും. അത് കുഴപ്പമില്ല, ഇങ്ങനെ തുടരെ ഇളക്കി കൊടുത്താൽ തന്നെ മതി. വേണമെങ്കിൽ ഈ ഹൽവയിലേക്ക് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ഹൽവ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഹൽവ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണ്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഗോതമ്പ് നുറുക്ക് അരച്ച് ഇതുപോലെ കുറുക്കി കൽക്കണ്ടം ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ. അതിന് പകരം ഇതിൽ ശർക്കര ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്, അത്രമാത്രം. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ നെയ്യ് ചേർക്കാതെ ഇങ്ങനെ കുറുക്കി കൊടുത്താൽ മതിയേ. നെയ്യ് നല്ലതല്ല, ചെറിയ കുട്ടികൾക്ക് ദഹിക്കാൻ പ്രയാസമാവും, അതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ കട്ട പോലെ കണ്ടതൊക്കെ ഇപ്പോൾ ഒന്നായിട്ട് ചേർന്ന് നല്ല കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കുറുക്കിയെടുക്കണം. ആകെ 3 സ്പൂൺ നെയ്യാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ആദ്യം 1 സ്പൂൺ നട്ട്സ് വറുക്കുമ്പോൾ ചേർത്തിരുന്നു. ഇപ്പോൾ ദാ 1 സ്പൂണും കൂടി ചേർത്തു.
ഇനി നന്നായിട്ട് കുറുകിയതിന് ശേഷം നമ്മൾ ഹൽവ വാങ്ങി വെക്കാൻ സമയത്ത് ഒരു സ്പൂണും കൂടി നെയ്യ് ചേർക്കണം. ഇപ്പോൾ നെയ്യ് ചേർത്തപ്പോൾ തന്നെ ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹൽവ പെട്ടെന്ന് റെഡിയാവുന്നൊരു ഹൽവയാണ്. ആകെ 5 മിനിറ്റ് എനിക്കിത് കുറുക്കിയെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഇനി നമ്മുടെ ഹൽവക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള് ഏലക്കായ്പ്പൊടി ചേർക്കണം. ഞാനിവിടെ പഞ്ചസാരയും കൂട്ടി പൊടിച്ച ഏലക്കായ ആയതുകൊണ്ട് ഒരു 3/4 സ്പൂണ് ഏലക്കായ്പ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഹൽവ പെട്ടെന്ന് സെറ്റ് ആവുന്നത് കൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഈ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം ഗ്രീസ് ചെയ്ത് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കണേ. ഞാനത് മറന്നു പോയിരുന്നു. അങ്ങനെ ഹൽവ റെഡി ആയതിന് ശേഷമാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഗ്രീസ് ചെയ്തത്. നിങ്ങൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാൻ മറക്കണ്ട. ഹൽവ ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ള ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചേർക്കാനുള്ള നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, വിട്ട് വരുന്നത് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും മതി. നമ്മുടെ ഹൽവ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് വേണ്ടത്. ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ഹൽവകളുടെ റെസിപ്പി ഇതിനു മുമ്പും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്ക ഹൽവ, ചക്കക്കുരു ഹൽവ, പിന്നെ കൂവപ്പൊടി ഹൽവ. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഹൽവകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്, നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കുകയാണ്. അടിയിൽ മുകളിലൊക്കെ നട്ട്സ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം കുറച്ച് നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹൽവ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ഇത് ഗ്രീസ് ചെയ്യാനൊക്കെ വേണ്ടി കുറച്ച് സമയം എടുത്തപ്പോഴേക്കും ഇതൊന്ന് തണുത്തു. ചൂടോടെ തന്നെ ആണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഞാൻ മുകളിലും കുറച്ച് നട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് ഇങ്ങനെ റെഡിയാക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന വീറ്റ് ഹൽവയൊന്നും ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അതുമാത്രമല്ല, ഇത്ര ഹെൽത്തി ആയിട്ടൊന്നും നമുക്ക് എന്തായാലും ബേക്കറി ഹൽവകളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ ചിലവൊന്നുമില്ലല്ലോ ഇതുണ്ടാക്കാൻ. കുറച്ച് ഗോതമ്പ് നുറുക്കും ഒരല്പം ശർക്കരയും ഒരിത്തിരി നെയ്യും മതിയല്ലോ. ലോക്ക്ഡൗണും കൊറോണയൊക്കെ ആയിട്ട് ഭക്ഷ്യക്ഷാമം വരാനിരിക്കുകയാണ്. എന്നാലും ഇതുപോലെ ചിലവ് കുറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ ആവാം.